നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില കുറയുകയാണ്. ആഗോള വിപണിയിലും വില കുറഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബറിൽ സ്വർണ്ണവില വർദ്ധിക്കുമെന്ന പ്രചാരണം നിലനിൽക്കെയാണ് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നവർ സമയം കളയാതെ തന്നെ ഒന്നുകിൽ ഇപ്പോൾ വാങ്ങുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതോ ആയിരിക്കും നല്ലത്. കുറഞ്ഞ വിലയിൽ സ്വർണം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയാതെ തന്നെ പലർക്കും അറിയാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ വില കുറഞ്ഞത് ഉപഭോക്താക്കളെ കൂടുതലായി ആകർഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ. പ്രത്യേകിച്ച് കല്യാണ സീസൺ, അതായത് വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ തന്നെ ആഭരണത്തിന് വേണ്ടി കൂടുതൽ പേർ ജ്വല്ലറികളിലേക്ക് എത്തുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല ഓണവിപണിയിലും ഇത് അനുകൂലമായി സ്വാധീനിക്കുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. സ്വർണ്ണവില കുറയാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അതേസമയം പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നത് മറിച്ച് സംഭവിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബർ 2-ാം തീയതി, അതായത് ചൊവ്വാഴ്ചത്തെ സ്വർണ്ണവില പവൻ എത്രയെന്ന് അറിയാം. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഒരു പവന് 53,360 രൂപയാണ് ഇന്നത്തെ വില. അതായത് സെപ്റ്റംബർ 2-ാം തീയതിയിലെ വില 200 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 6,670 രൂപയിലെത്തി. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5,530 രൂപയിലെത്തി. വെള്ളിയുടെ വിലയിൽ 1 രൂപ കുറഞ്ഞ് ഗ്രാമിന് 90 രൂപയായി മാറിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസ് $2,496 താഴ്ന്നിട്ടുണ്ട്. നേരത്തെ 2,500 മുകളിലായിരുന്നു ഇത്. പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം വന്ന പിന്നാലെ വിറ്റഴിക്കൽ സമ്മർദ്ദം ശക്തമായിട്ടുണ്ട് എന്നാണ് വിവരം. അതാണ് ആഗോള വിപണിയിൽ വില കുറയാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത്. മാത്രമല്ല ഡോളർ സൂചിക കരുത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. 101.71 എന്ന നിരക്കിലാണ് സൂചിക. നേരത്തെ 100ലേക്ക് ഇത് താഴ്ന്നിരുന്നു. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. 83.89 എന്ന നിരക്കിലാണ് രൂപ. ഇന്ത്യൻ രൂപ നേരത്തെ വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. 84 കടക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ RBI നടത്തിയ ഇടപെടൽ രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ എത്ര ചിലവ് വരുമെന്ന് വിശദമായി നോക്കാം. ആഭരണങ്ങൾക്ക് സാധാരണ 5% പണിക്കൂലിയാണ് ജ്വല്ലറികൾ ഈടാക്കുന്നത്. ഡിസൈൻ കൂടിയാൽ പണിക്കൂലിയും വർദ്ധിക്കും. സ്വർണത്തിൻ്റെ വിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ 3% GSTയും നൽകേണ്ടതുണ്ട്. ഇതെല്ലാം ചേർത്തുള്ള ബില്ലാണ് ഉപയോക്താക്കൾക്ക് കൊടുക്കേണ്ടത്. അതായത് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് 58,000 രൂപ വരെ ചിലവ് വന്നേക്കാം. പലപ്പോഴും സ്വർണ്ണവില കൂടുന്നതനുസരിച്ച് ഇത് 60,000 കടന്നും പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇപ്പോൾ തന്നെ വാങ്ങുന്നതായിരിക്കും ഉചിതമെന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഒന്നും കൂടെ കടമെടുത്ത് പറയുകയാണ്. എണ്ണവില കുറയുന്നതും സ്വർണ്ണവില കുറയുന്നതിലൊരു കാരണമായി മാറിയിട്ടുണ്ട്. വിപണിയിൽ ചെറിയ മാറ്റമാണ് ഇത് സംഭവിപ്പിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $76.31 പുതിയ വില. നേരത്തെ 81 വരെ ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞത്. ആഫ്രിക്കൻ വിപണിയിൽ നിന്നുള്ള എണ്ണ വീണ്ടും എത്താൻ തുടങ്ങിയതാണ് വില കുറയാൻ കാരണമായി പറയുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വില $90 എത്തണം എന്ന നിലപാടുകാരാണ്. എന്തായാലും സ്വർണ്ണവിലയെ ഇത് കാര്യമായിട്ടാണ് സ്വാധീനിക്കുന്നത്.